ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളൊരു കോൺട്രാക്റ്റ് വർക്ക് എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് നഷ്ടം വരുന്നത്, ഒരു കോൺട്രാക്റ്റിന് റേറ്റിന് വർക്ക് എടുക്കുമ്പോൾ എവിടെയാണ് നഷ്ടം വരുന്നത്, അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ക്ലയൻറ്റിന് എങ്ങനെ ലാഭം ഉണ്ടാക്കി കൊടുക്കാം, ക്ലയൻറ്റിനെ ഹാപ്പി ആക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണക്കാരായ ഒരു കോൺട്രാക്ട് തന്നെ, അതായത് ഒരു വീടിൻ്റെ വർക്ക് എടുക്കുന്ന ഒരു കോൺട്രാക്ടർ, ഒരു മേസ്ത്രിയോ ആരെങ്കിലും ഒരു വീടിൻ്റെ വർക്ക് കിട്ടിയാൽ അവർക്ക് നഷ്ടം വരാതെ അവരെയൊക്കെ എങ്ങനെ വർക്ക് എടുക്കാം, അവർക്ക് നഷ്ടം വരുന്നത് അത് എവിടെയാണ്, അതെല്ലാം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത് വളരെ ഉപകാരപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും, അത് തീർച്ച. നിങ്ങളൊരു വർക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മൾ സാധാരണ ഒരു വീട് ഒരു റേറ്റ് കൊടുക്കുന്നത്, ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റാണ് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ ലേബർ റേറ്റ് കൊടുക്കും, ഇല്ലെങ്കിൽ വിത്ത് മെറ്റീരിയൽ ഉൾപ്പെടെ റേറ്റ് കൊടുക്കും. അത് സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്നുള്ള രീതിയിലാണ് നമ്മൾ റേറ്റ് കൊടുക്കും. നമ്മൾ അങ്ങനെ റേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആ റേറ്റിൽ, സ്ക്വയർ ഫീറ്റ് റേറ്റ് തന്നെ നമ്മൾ എല്ലാ വർക്കും ഉൾപ്പെടെയാണ് നമ്മൾ റേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ചില ആൾക്കാരുടെ കയ്യിൽ പൈസ കാണത്തില്ല, അവരുടെ കയ്യിൽ പൈസ കുറവായിരിക്കും. അതായത് ഈ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ കയ്യിൽ പൈസ കാണത്തില്ല, അവർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചായിരിക്കും ഒരു വീട് വയ്ക്കുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിനെ കാണുന്നു. അപ്പോൾ കോൺട്രാക്റ്റിനെ ചോദിക്കുകയാണ്, നമുക്ക് ഘട്ടം ഘട്ടമായിട്ട്, അതായത് ആദ്യം കെട്ടി പ്ലാസ്റ്ററിങ് ചെയ്യാം, എന്നിട്ട് ബാക്കി വർക്ക് അടുത്ത പൈസ കിട്ടിയിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ള ആ ഒരു കണക്ക് പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു വർക്ക് എടുക്കുന്നത്, അതായത് വലിയ കോൺട്രാക്ടർമാരൊന്നുമല്ല, സാധാ നമ്മളെ പോലുള്ള മിഡിൽ ക്ലാസ് മീഡിയം ഒരാൾ വർക്ക് എടുക്കുമ്പോൾ അവർ ചെയ്യുന്നത് എന്തറിയുമോ, ഫുൾ മെറ്റീരിയൽ കൂട്ടും. ഫുൾ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കരിങ്കല്ല് കെട്ട്, ബേസ്മെൻറ്റ് കരിങ്കല്ല് കെട്ടാണെങ്കിൽ വാനം വെട്ടുന്നത്, ഫൗണ്ടേഷൻ കെട്ടുന്നത്, അതിന് എത്ര ലോഡ് കരിങ്കല്ല് വേണം, ആ കരിങ്കല്ല് ചുമക്കാൻ വേണ്ടി എത്ര ആൾക്കാർ വേണം, അതുപോലെ തന്നെ മണ്ണ് ഫുള്ള് കെട്ടി പ്ലാസ്റ്ററിങ് ചെയ്ത് കൊടുക്കുന്നതിന് മണൽ എത്ര വേണം, അതുപോലെ തന്നെ സിമൻറ്റ് മൊത്തം കെട്ടി, കരിങ്കല്ല് കെട്ട്, ബേസ്മെൻറ്റ് കെട്ട്, ചുമര് കെട്ട്, പ്ലാസ്റ്ററിങ്, കോൺക്രീറ്റ്, ഇതിനൊക്കെ വേണ്ടി എത്ര സിമൻറ്റ് വേണം, അതുപോലെ തന്നെ മെറ്റൽ, ചിപ്സ്, എത്ര പണിക്കൂലിയാകും. അങ്ങനെ ടോട്ടൽ നമ്മൾ ഇതെല്ലാം കാൽക്കുലേഷൻ ചെയ്യും. നമ്മൾ എഴുതി കൂട്ടി എല്ലാം കൂട്ടി വെച്ചതിനാണ് നമ്മൾ സാധാരണ റേറ്റ് കൊടുക്കുന്നത്. നമുക്ക് ഇതൊക്കെ ഫുൾ വർക്ക്, അതായത് ഫുള്ളായിട്ട് നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇതെല്ലാം കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് ഇത്ര രൂപ എന്ന് പറഞ്ഞ് റേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ എല്ലാം വരുന്നതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ കാണില്ല. അല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് കുറേശ്ശെ നമ്മൾ റേറ്റ് പറഞ്ഞ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം എഴുതി കൂട്ടി വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്തായിരിക്കും നമ്മൾ റേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ റേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആ റേറ്റ് കൺഫേമായി, നമുക്ക് ആ വർക്ക് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് നഷ്ടം വരുന്നത് എവിടെയെന്ന് പറയുമ്പോൾ, നമ്മൾ കരിങ്കല്ല് കെട്ട് ഇതെല്ലാം കൂട്ടും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കണക്കുകൾ, അതായത് വർക്കും പണികളും ഒരുപാട് വരും. അതൊന്നും നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടില്ല, സാധാരണ ആരും കൂട്ടത്തില്ല. അതങ്ങ് വിട്ടുപോകും. കാരണം നമ്മൾ ഈ മെയിനായിട്ടുള്ള വർക്ക്, കരിങ്കല്ല് കെട്ട്, ഇപ്പോൾ ഹോളോ ബ്രിക്സ് ആണെങ്കിൽ ഹോളോ ബ്രിക്സ് കെട്ട്, പ്ലാസ്റ്ററിങ്, പിന്നെ വാനം വെട്ട്, കമ്പി, മണ്ണ്, ഇങ്ങനെയുള്ളത് മാത്രമേ കൂട്ടുള്ളൂ. അവിടെയാണ് നമുക്ക് നഷ്ടം വരുന്നത്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് നമ്മൾ അവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ട അവസ്ഥ വരുന്ന പല ആൾക്കാർക്കും വരുന്നതാണ്. ഇത് എനിക്കും അനുഭവം ഉള്ളതാണ്. എൻ്റെ അനുഭവം കൂടി ചേർത്താണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഇനി വർക്ക് എടുക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഇങ്ങനൊരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മൾ വാനം വെട്ടുന്നു, ഇപ്പോൾ JCB വെച്ചായിരിക്കും വാനം വെട്ടുന്നത്. അപ്പോൾ JCB വാടകയൊക്കെ കൂട്ടും. ഈ JCB വെച്ച് വാനം വെട്ടിയതിന് ശേഷം നമ്മളൊരു 2 പേരെങ്കിലും നിർത്തി ഒരു ദിവസം ഈ വാനം ലെവൽ ചെയ്യേണ്ട പണി വരും. നമ്മൾ ഇത് സാധാരണ റേറ്റിൽ കൂട്ടില്ല. അപ്പോൾ അത് നമ്മളെ കയ്യിൽ നിന്നാണ് പോകുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്, നമ്മൾ ഈ ഹോളോ ബ്രിക്സ് ഒക്കെ കെട്ടിയതിനു ശേഷം അതിനകത്ത് ക്ലീനിങ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതായത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഇലക്ട്രീഷ്യന്മാർ ഇതെല്ലാം അടിച്ചിട്ടിട്ട് നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ക്ലീനിങ് വരും. അപ്പോൾ അതിന് നമ്മൾ ഒരു 2 ഹെൽപ്പറെ നിർത്തേണ്ടി വരും. അപ്പോൾ അത് നിർത്തുമ്പോഴും ഇതുപോലെ തന്നെയാണ്, നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ ഔട്ട് സൈഡൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ മൊത്തം കുളമായി കിടക്കും. അപ്പോൾ അത് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യണം. പിന്നെ തട്ട് ചിപ്പ് ചെയ്യണം. പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി തട്ട് ഒരാളെ നിർത്തി നമ്മൾ ഹാക്ക് ചെയ്യണം, മൊത്തം ചിപ്പ് ചെയ്യണം. കാരണം ഈ പുതിയ ഷീറ്റിട്ടായിരിക്കും അടിക്കുന്നത്. പുതിയ ഷീറ്റിട്ട് അടിക്കുമ്പോൾ ആ ഷീറ്റിൽ ഓയിലിൻ്റെ അംശം കാണും.
അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്ട്രാ പണി നമ്മളെ കയ്യിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അതുപോരാത്തതിന് വീട്ടുകാർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഐഡിയ മാറും, അവർ പുതിയ പുതിയ ഐഡിയകൾ കൊണ്ടുവരും. അപ്പോൾ അതനുസരിച്ച് ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മളറിയാം, നമ്മൾ സാധാരണ റേറ്റ് കൊടുക്കുമ്പോൾ ഇതൊന്നും കൂട്ടത്തില്ല. ഈ ക്ലീനിങ്ങും ഈ വാനം ലെവലിയൊക്കെ ഇതൊന്നും നമ്മൾ ഒരിക്കലും കൂട്ടാതെയാണ് നമ്മൾ റേറ്റ് കൊടുക്കുന്നത്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള വർക്കുകൾ ഇടയിൽ വന്നുകൊണ്ടിരിക്കും. ഇത് നമ്മൾ ആരും മുഖ്യ ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം ഇതാണ്. അതുകൊണ്ടാണ് അവർക്ക് നഷ്ടം വരുന്നതും. 1-2 വർക്ക് ഇങ്ങനെ ആകുമ്പോൾ പിന്നെ പൊതുവെ അവർ വർക്ക് എടുക്കില്ല. എന്തുകൊണ്ടാണ്? കാരണം വർക്ക് എടുത്തിട്ട് നമുക്ക് ലാഭമില്ല, നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ഇതിൽ നിന്ന് പിന്മാറും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും ഒരു വർക്ക് ഇതുപോലെ ചെറിയ വർക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റും റേറ്റ് നോക്കണം. നമുക്ക് വാനം വെട്ടുന്നതിൽ അതിൻ്റെ വാനം ക്ലീൻ ചെയ്യുന്ന പണി വരും. അതുപോലെ തന്നെ നമുക്ക് ഫ്ലോറും എല്ലാം തട്ടും റൂഫ് എല്ലാം ക്ലീൻ ചെയ്യുന്ന വർക്ക് വരും. മൊത്തം ലെവൽ ചെയ്യുന്ന പണി വരും. അതുപോലെ തന്നെ കരിങ്കല്ല് ചുമടുണ്ടെങ്കിൽ നമ്മൾ ചുമക്കും. നമ്മളൊരു 5 ദിവസത്തെ റേറ്റ് ആയിരിക്കും കൂട്ടുന്നത്. ചിലപ്പോൾ 5 ദിവസം കൊണ്ട് തീരില്ല, 1 ദിവസത്തെ വർക്കും കൂടി വേണ്ടി വരും. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഹോളോ ബ്രിക്ക് കെട്ടുന്നത്, പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്, നമ്മൾ കണക്ക് കൂട്ടുന്നേക്കാളും 1 ദിവസം മഴ പെയ്താൽ നമുക്ക് വർക്ക് അവിടെ നിർത്തി വയ്ക്കേണ്ടി വരും. അപ്പോൾ പകുതി വരെ പണി ചെയ്യുമ്പം മേസ്ത്രിമാർക്ക് ശമ്പളം കൊടുക്കണം. അപ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കും. അപ്പോൾ നമുക്കവിടെ നഷ്ടമാണ്. ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് പുള്ളിക്കാരന് അവിടെ നഷ്ടമാണ് വരുന്നത്. അപ്പോൾ ചില ക്ലയൻറ്റ് നമ്മൾ കാര്യം പറയുമ്പോൾ നമ്മളിതൊന്നും കൂട്ടിയിട്ടില്ല, എക്സ്ട്രാ പണിയായി എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ തരും. പക്ഷേ ചില ആൾക്കാർ തരത്തില്ല. 100-ൽ ഒരു 90% ആൾക്കാരും നമുക്ക് തരില്ല, എക്സ്ട്രാ തരത്തില്ല. നിങ്ങൾ ആദ്യം പറഞ്ഞ റേറ്റ് ഇത്രയാണ്, അത്രേ തരാൻ പറ്റുള്ളൂ, അങ്ങനെ പറയത്തുള്ളൂ. ഇപ്പം ഞാനൊരു വർക്ക് എടുത്തു, എനിക്കൊരു ചെറിയൊരു വർക്ക് ഇതുപോലെ തുണ്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് വർക്കൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. കാരണം കൂട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേറ്റ് എന്നെ കൊണ്ട് മാക്സിമം എത്രയും നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ആ ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ റേറ്റെല്ലാം കൊടുത്ത് എല്ലാം ക്ലിയർ ആയത്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ നിന്ന് വല്ലതും ആകുന്നതെങ്കിൽ അത് ധൈര്യമായിട്ട് പറയണം, പുള്ളിക്കാരൻ തരാമെന്ന് പറയും. അതാ പുള്ളിക്കാരൻ്റെ നല്ല മനസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പേടിക്കണ്ട, ഞാൻ എൻ്റെ ലാഭം ഞാൻ ഇതിൽ നിന്ന് കണ്ടെത്തും. അതെങ്ങനെ കണ്ടെത്തുന്നത്? നമ്മൾ ചെയ്യുന്ന വർക്ക് സ്പീഡിന് ഇപ്പം 4 ദിവസം കൊണ്ട് കെട്ടി തീർക്കാനുള്ള വർക്ക് ഞങ്ങൾ 3 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെ നമ്മൾ ലാഭം കണ്ടെത്തും. അപ്പോൾ ഒരു കോൺട്രാക്റ്റിന് ഒരു റേറ്റ് വർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നമുക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തുടക്കം മുതൽ നമ്മൾ വാനം വെട്ടുന്നത് തൊട്ട് ആ വാനം ഒരാളെ നിർത്തി ലെവൽ ചെയ്യണമെങ്കിൽ അതുവരെ നമ്മൾ കണക്ക് കൂട്ടണം. കണക്ക് കൂട്ടി ലോഡിങ് ചുമടുണ്ടെങ്കിൽ അതിൻ്റെ ചുമടും എല്ലാം കൂട്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ റേറ്റ് കൊടുക്കാൻ താല്പര്യം ആ ലെവലിൽ റേറ്റ് കൊടുക്കണം. അത് ലാഭമാണ്, അത് മുതലാകുമെങ്കിൽ ക്ലയൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർക്ക് തരും. ഇല്ല അത് അവർക്ക് നഷ്ടമാണെങ്കിൽ അവർ വേറെ എന്തായാലും ആൾക്കാരോട് ചോദിക്കും. അപ്പോൾ ഇതിൽ ഏതാണോ ലാഭം അവർക്ക് ആ ഒരു വർക്ക് കൊടുക്കുള്ളൂ. പക്ഷേ ഒരു കോൺട്രാക്റ്റ് വർക്ക് എടുക്കുമ്പോൾ വർക്കിന് വേണ്ടി നമ്മളെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വർക്ക് എടുക്കരുത്. എപ്പോഴും വർക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങളാണ്. തുടക്കം മുതൽ അവസാനം വരെ നമ്മളെല്ലാം കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ വർക്ക് എടുക്കാവൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം.